സർ, സുനിൽ കനഗോലു ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് എന്നും അത് യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ യു ഡി എഫിന് 80 സീറ്റിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും ആദ്യം 100 പിന്നെ 85 മുസ്ലിം ലീഗ് പറഞ്ഞത്, പിന്നെ ഇപ്പൊ 80 ഇനി എനിക്ക് വേണം ഒരു 4-5 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ പുതിയ റിപ്പോർട്ട് കൂടി വരുമെന്ന് അറിയില്ല. ഇത് താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ സുനിൽ കനഗോലു ഹൈക്കമാൻഡ് കൊടുത്തിട്ടുള്ള ഒരു വലിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ളത്. ആ വാർത്തയും അതുപോലെ തന്നെ ആ റിപ്പോർട്ടിലെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സുനിൽ കനഗോലു പറഞ്ഞേക്കുന്നത് ഒന്ന് കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ഈ 5 ജില്ലകളാണ് നിങ്ങൾ അറിയേണ്ടത്. 5 ജില്ലകളിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് അങ്ങനെ 5 ജില്ലകളിൽ പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഉദാഹരണത്തിന് മലപ്പുറത്ത് ഇവർ പെർഫോമൻസ് കാഴ്ചവെക്കും, അതുപോലെ തന്നെ മലപ്പുറത്തും എറണാകുളത്തും പെർഫോമൻസ് കാഴ്ചവെക്കും, അതുപോലെ ഇടുക്കിയിൽ പെർഫോമൻസ് ചിലപ്പോൾ കൂടിയേക്കാം. പക്ഷെ ഇതെല്ലാം കൂടിയാലും ഇപ്പൊ തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അത്ര പെർഫോമൻസ് കൂടില്ല എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വിജയം ഒരു തുലാസിലാണ് എന്നുള്ളത് എങ്ങനെ ഭംഗിയായി പറയാം എന്നുള്ളതാണ് ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചേക്കണം.